Hello, good morning dear students. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം മറ്റ് ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക്സും താഴെ അവൈലബിൾ ആണ്. അപ്പോൾ അത് പോയിട്ട് കാണാം. ഓക്കെ, നമുക്കിതിൻ്റെ നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ യൂണിറ്റ് 4 ആണ്. ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസർ ആൻഡ് അറസ്റ്റ്. ഇത് 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊവിഷൻസും. അപ്പോൾ ഇതിനൊറ്റ പാർട്ട് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ ചാപ്റ്ററാണ്. ഈ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. അതിനു മുമ്പ് ടോപ്പിക്സ് ഇത്ര തന്നെ ഉള്ളൂ, ഈ 4 കാര്യങ്ങൾ. അതുപോലെ ഈ ബില്ല്, അതുപോലെ പവർ ടു അറസ്റ്റ്, ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങളോട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മുഴുവനായിട്ടിവിടെ കാണിച്ചില്ല. എന്തായാലും നമുക്ക് ഇനി ഇതിലെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഇപ്പോൾ GST Act permits to carry out inspection, search and seizure only when the proper officer has reason to believe the presence of certain exceptional circumstances. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങൾ, അതിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പ്രോപ്പർ ഓഫീസർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അദ്ദേഹത്തിന് ഇൻസ്പെക്ഷൻ നടത്താനും സെർച്ച് ചെയ്യാനും സീസ് ചെയ്യാനും ഒക്കെയുള്ള പെർമിഷൻ GST Act നൽകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഇൻസ്പെക്ഷൻ ചെയ്യാനും സെർച്ച് ചെയ്യാനും സീസ് ചെയ്യാനും എല്ലാം തന്നെ ജോയിന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഓഫീസറുടെ അനുവാദവും അവരുടെ മേൽനോട്ടവും ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാവൂ എന്നാണ് നമ്മൾ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ആ ഒരു 4 ടേംസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻസ്പെക്ഷൻ. വാട്ട് ഈസ് ഇൻസ്പെക്ഷൻ? ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ താഴെയുള്ള സെർച്ച് കണ്ടല്ലോ. ഈ സെർച്ച് എന്ന വാക്കിനേക്കാൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഇൻസ്പെക്ഷൻ എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. അതായത് ഇത് പ്രകാരം ഒരു പ്രോപ്പർ ഓഫീസർക്ക് ഒരു ബിസിനസ്സിൻ്റെ പ്ലേസ് അത് ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വെയർഹൗസിൻ്റെ അല്ലെങ്കിൽ ഒരു ഗോഡൗണിൻ്റെ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ, ഇവരെയൊക്കെ ആക്സസ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് ഇത്. ഓക്കെ, ഇൻസ്പെക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ആക്സസ് ചെയ്യാവുന്നതാണ് ഇൻസ്പെക്ഷനിലൂടെ എന്ന് മനസ്സിലാക്കുക. ഇനി സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആക്ഷൻ ഓഫ് എ ഗവൺമെൻറ് ഒഫീഷ്യൽ ടു റീച്ച് ആൻഡ് എക്സാമിൻ കെയർഫുള്ളി എ പ്ലേസ്, ഏരിയ, ഒബ്ജക്റ്റ് എക്സെട്ര ഒക്കെ പറയുന്നുണ്ട്. അതായത് ഒരു പ്ലേസിലേക്ക് ചെന്നിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അത് വളരെ കെയർഫുള്ളി എക്സാമിൻ ചെയ്യാനും അങ്ങോട്ട് എത്തിച്ചേരാനും ഒക്കെയുള്ള എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷനാണ്, പ്രവൃത്തിയാണ് നമ്മൾ സെർച്ച് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതാണ്. ടു ഫൈൻഡ് സംതിങ് കൺസീൽഡ് ഓർ ഫോർ ട്രേസിങ് എവിഡൻസസ് ഓഫ് എ ക്രൈം. ഒരു കുറ്റം ചെയ്തു അതിൻ്റെ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ട് അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് ഇത്തരത്തിലുള്ള സെർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അതാണ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്ലേസിലേക്കോ ഏരിയയിലേക്കോ ഒബ്ജക്റ്റിലേക്കോ ഒക്കെ ചെല്ലാനും അതെല്ലാം കെയർഫുള്ളി എക്സാമിൻ ചെയ്യാനും ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിന് അധികാരമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ടേം മനസ്സിലാക്കാനുള്ളത് സീസറാണ്. സീസ് ചെയ്യുക എന്ന് നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സീസ് ചെയ്യുക എന്ന് പറയാറുണ്ട്. അപ്പോൾ സീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ആക്ട് ഓഫ് ടേക്കിംഗ് ഓവർ സംതിങ്. എന്തെങ്കിലുമൊക്കെ ടേക്ക് ഓവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ സീസ് ചെയ്യുക എന്ന് പറയാം. ഓർ സംവൺ, അല്ലെങ്കിൽ ആരെങ്കിലും ടേക്ക് ഓവർ ചെയ്യുന്നു ബൈ ഫോഴ്സ്. അതിന് പ്രത്യേകത അതാണ്. ത്രൂ ലീഗൽ പ്രോസസ്, ബലപ്രയോഗത്തിലൂടെയാണ് ഇതെല്ലാം തന്നെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നത്. പക്ഷേ അതിന് ലീഗൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അത് ലീഗൽ പ്രോസസ്സാണ്. അപ്പോൾ നിയമപരമായ പ്രക്രിയയിലൂടെ, ബലപ്രയോഗത്തിലൂടെ ആരെയെങ്കിലുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ ടേക്ക് ഓവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് സീസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ജനറലി ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് ടേക്കിംഗ് പൊസഷൻ ഫോഴ്സ്ഫുള്ളി അഗൈൻസ്റ്റ് ദ വിഷസ് ഓർ വിൽ ഓഫ് ദി ഓണർ. സാധാരണഗതിയിൽ ഇതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ആ വസ്തുവിൻ്റെ ഉടമസ്ഥനുണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനെതിരായിക്കൊണ്ടാണ് നമ്മൾ ബലപ്രയോഗത്തിലൂടെ ആ ഒരു വസ്തുവിൻ്റെ പൊസഷൻ അല്ലെങ്കിൽ അത് ആ വസ്തു കൈവശപ്പെടുത്തുന്നത്, അല്ലെ? അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് സീസ് ചെയ്യുക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ വരും. അപ്പോൾ ഒരു വണ്ടിയുടെ അടവടക്കാൻ തെറ്റിക്കുന്ന ആളുടെയൊക്കെ വണ്ടി ബാങ്കും മറ്റ് ഫൈനാൻസ് ചെയ്യുന്ന ആളുകളും അത് പിടിച്ചെടുക്കാറുണ്ട്. തീർച്ചയായിട്ടും അവിടെ അയാൾക്ക് താല്പര്യമൊന്നുമില്ലല്ലേ, അയാളുടെ ബില്ലിനെതിരല്ലേ അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും സീസ് ചെയ്യുന്ന കേസിൽ വരുന്നത്. ഇനി ലാസ്റ്റ് നമുക്കൊരു ടേം മനസ്സിലാക്കാനുള്ള അറസ്റ്റ് ആണ്.
GST ആക്ട് പെർമിറ്റ്സ് അറസ്റ്റ് ഓഫ് എ പേഴ്സൺ. GST ആക്ട് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്നത് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ്? ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് ഓഫൻസസ്, ചില പ്രത്യേക ഓഫൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ദ ടാക്സ് ലയബിലിറ്റി ഓഫ് സച്ച് ഓഫൻസ് ഷുഡ് ബി മോർ ദാൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്. ഒരു നിർദ്ദിഷ്ട ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റിനേക്കാൾ കൂടുതൽ ടാക്സ് ലയബിലിറ്റി വരുന്ന ചില ഓഫൻസസ് ഉണ്ട്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ GST ആക്ട് പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ചില കാര്യങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ആ ഒരു സ്പെസിഫൈഡ് ടാക്സിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്, അതിന്റെ മേലേക്കുള്ള വെട്ടിപ്പും മറ്റും അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അയാളെ അറസ്റ്റിന്റെ ഒരു പരിധിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മീഷണറുടെ ഓതറൈസേഷൻ, പ്രയർ ഓതറൈസേഷൻ അതിനാവശ്യമാണ്. ഓക്കെ, അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. കുറച്ച് ഡീറ്റെയിൽസ് ലാസ്റ്റ് വരുന്നുണ്ട്, അവിടെ മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ ഒരു സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 67 ആണ്. ചിലപ്പോൾ ആ സെക്ഷൻ മാത്രമായിട്ട് എടുത്ത് ചോദിച്ചേക്കാം. വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 67? അപ്പോൾ ഈ സെക്ഷൻ ഡീൽ ചെയ്യുന്നത് എന്താണ്? പവർ ഓഫ് ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീസർ. ഈ ഒരു 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ഓഫീസേഴ്സിന്റെ അധികാര പരിധിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് നമുക്ക് നോക്കാം. വേർ ദ പ്രോപ്പർ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിന്റ് കമ്മീഷണർ. ഇപ്പോൾ ജോയിന്റ് കമ്മീഷണറുടെ റാങ്കിൽ കുറയാത്ത ഒരു പ്രോപ്പർ ഓഫീസർ, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് വിശ്വസിക്കത്തക്ക കാരണമുണ്ട്, ഹാസ് ദ റീസൺ ടു ബിലീവ്, അങ്ങനെ ഉണ്ടെങ്കിൽ മേ ഓതറൈസ് എനി അതർ ഓഫീസർ ഇൻ സെൻട്രൽ ടാക്സ്. സെൻട്രൽ ടാക്സിലെ മറ്റൊരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന് അധികാരപ്പെടുത്താം. എന്തിനു വേണ്ടിയിട്ട്? ടു ഇൻസ്പെക്ട് സച്ച് പ്ലേസസ് ആസ് മെൻഷൻഡ്. അപ്പോൾ ഇത്തരം എന്തെങ്കിലും ആ ഒരു പ്ലേസസിലൊക്കെ അത്തരത്തിലുള്ള ഒരു കള്ളത്തരമൊക്കെ നടക്കുന്നുണ്ട്, ഓഫൻസ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ ആ പ്ലേസ് ഇൻസ്പെക്ട് ചെയ്യുന്നതിന് അധികാരപ്പെടുത്താമെന്ന് അർത്ഥം. രണ്ടാമത്തെ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഈ ജോയിന്റ് കമ്മീഷണറിൽ കുറയാത്ത ആ ഉദ്യോഗസ്ഥന് സെൻട്രൽ ടാക്സിലെ ഒരു വ്യക്തിയെ അധികാരപ്പെടുത്താം. എന്തിനു വേണ്ടി? ടു സെർച്ച് ആൻഡ് സീസ് ഗുഡ്സ്. സെർച്ച് ചെയ്തുകൊണ്ട് സീസ് ചെയ്യാൻ എന്തൊക്കെ ഗുഡ്സ്, ഡോക്യുമെന്റ്സ്, ബുക്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്ത് പിടിച്ചെടുക്കാൻ, സീസ് ചെയ്യാൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ടാക്സിലെ ഓഫീസറെ അധികാരപ്പെടുത്താം. ആർക്ക്? ഈ ഒരു പ്രോപ്പർ ഓഫീസർക്ക്. മൂന്നാമത്തെ കാര്യം, തിങ്സ് ഓഫ് സീസ്ഡ് ഷാൾ ബി റിട്ടേൺഡ് വിതിൻ 30 days. അങ്ങനെ പിടിച്ചെടുത്ത സാധനങ്ങൾ 30 ദിവസത്തിനകം തിരിച്ചു കൊടുത്തിരിക്കണം. ഈ ദിവസക്കണക്കൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെയുള്ളത്, ദ പേഴ്സൺ ഫ്രം ഹൂം എനി ഡോക്യുമെന്റ്സ് ആർ സീസ്ഡ് ഷാൾ ബി എൻടൈറ്റിൽഡ് ടു മേക്ക് കോപ്പീസ്. അതായത് നമ്മളിപ്പോൾ ഒരാളെ കയ്യിൽ നിന്ന് രജിസ്റ്റേർഡ് പേഴ്സൺ അയാളൊരു ഒഫൻസ് ചെയ്തു, അയാളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ പിടിച്ചെടുത്തു. അപ്പോൾ ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് ആ ഡോക്യുമെന്റ്സിന്റെ, നമ്മൾ പിടിച്ചെടുത്ത് നമ്മുടെ കസ്റ്റഡിയിലുള്ള, അതായത് ടാക്സ് അതോറിറ്റിയുടെ കസ്റ്റഡിയിലുള്ള ആ ഡോക്യുമെന്റ്സിന്റെ കോപ്പി എടുക്കുന്നതിനുള്ള അധികാരമല്ല, അതിനുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിന് കണ്ടീഷൻ ഉണ്ട്. അതിന് ഇറ്റ് ഷുഡ് ബി പെർമിറ്റഡ് ബൈ ദ പ്രോപ്പർ ഓഫീസർ. ആ ഒരു പ്രോപ്പർ ഓഫീസർ അത് പെർമിറ്റ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ അത് ഡിനേ ചെയ്യാൻ ചിലപ്പോൾ അദ്ദേഹം ശ്രമിച്ചേക്കാം. ഡിനേ ചെയ്യാത്ത പക്ഷം അത് കിട്ടാനുള്ള ഒരു അവകാശം ഈ ഓഫൻസ് കമ്മിറ്റ് ചെയ്ത വ്യക്തിക്കുണ്ടായിരിക്കും. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് മനസ്സിലാക്കാനുള്ളത്, ദ ഗുഡ്സ് സോ സീസ്ഡ് ഷാൾ ബി റിലീസ്ഡ്. നമ്മൾ ആ പിടിച്ചെടുത്ത സാധനങ്ങളൊക്കെ വിട്ടുകൊടുക്കാം. എപ്പോൾ? അപ്പോൺ എക്സിക്യൂഷൻ ഓഫ് എ ബോണ്ട്. ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. അല്ലെങ്കിൽ ഫർണിഷിംഗ് ഓഫ് എ സെക്യൂരിറ്റി, അല്ലെങ്കിൽ സെക്യൂരിറ്റി വെക്കുകയാണ്. അതും അല്ലെങ്കിൽ ഈ ടാക്സ് അടക്കുന്നു, അതിന്റെ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ എന്താ ഉള്ളത് വെച്ചാൽ അതൊക്കെ ഉൾപ്പെടെയുള്ള ഈ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊടുക്കാം. ആറാമത്തെ കാര്യം, വേർ എനി ഗുഡ്സ് ആർ സീസ്ഡ് ആൻഡ് നോ നോട്ടീസ് ഇസ് ഗിവൺ വിതിൻ 6 months ഓഫ് സീഷർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ അങ്ങനെ പിടിച്ചെടുത്തതിന് നോട്ടീസ് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ 6 മാസത്തിനകത്ത് നോട്ടീസ് ഒന്നും അയച്ചില്ല എങ്കിൽ അങ്ങനെ പിടിച്ചെടുത്തിട്ടുള്ള വസ്തുക്കൾ തിരിച്ച് കൊടുത്തിരിക്കണം എന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 67. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ നോക്കാം, 68. ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ മൂവ്മെന്റ്. മൂവ്മെന്റിലുള്ള ഗുഡ്സ് ഇൻസ്പെക്ട് ചെയ്യുക എന്നതാണ് ഈ സെക്ഷൻ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ സെപ്പറേറ്റ് ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഇതാണ്, ഒരു പ്രോപ്പർ ഓഫീസർക്ക് കൺവേയൻസിലുള്ള ഗുഡ്സ് അത് തടഞ്ഞുകൊണ്ട് ഇൻസ്പെക്ഷൻ ചെയ്യുന്നതിനുള്ള അധികാരമുണ്ടായിരിക്കും. ഓക്കെ, അത് ഏത് സ്ഥലത്തായിക്കോട്ടെ, കൺവേയൻസിലുള്ള ഗുഡ്സ് തടഞ്ഞുകൊണ്ട് അത് പരിശോധിക്കുന്നതിനുള്ള അവകാശം പ്രോപ്പർ ഓഫീസർക്ക് ഉണ്ടാവും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 68. അപ്പോൾ ഇവിടെ പിന്നെ അനുബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് സച്ച് കൺവേയൻസ്
ക്യാരിങ് എനി കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ് ഓഫ് വാല്യൂ എക്സീഡിംഗ് ദ സ്പെസിഫൈഡ് ലിമിറ്റ്. ഒരു നിശ്ചിത ലിമിറ്റിന് മുകളിൽ വാല്യൂ വരുന്ന സാധനങ്ങൾ കൺസൈൻമെന്റ് ചെയ്യുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് ചാർജുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒപ്പം എന്ത് കരുതണം? ഓൾ ദി ഡോക്യുമെന്റ്സ് ആൻഡ് ഡിവൈസസ് ഫോർ വെരിഫിക്കേഷൻ. അപ്പൊ ഇത്തരം ആൾക്കാരൊക്കെ ഈ ഓഫീസേഴ്സും ഒക്കെ ചോദിച്ചാൽ അതൊക്കെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സും ഡിവൈസസും എല്ലാം അവർ കയ്യിൽ കരുതണം. കൊണ്ടുപോകുന്ന വസ്തുക്കളുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ബില്ലും കാര്യങ്ങളെല്ലാം കയ്യിലുണ്ടാവണം എന്നർത്ഥം. ദ പേഴ്സൺ ഇൻ ചാർജ് ഷാൾ ബി ലാബിൾ ടു പ്രൊഡ്യൂസ്. ഇതിന്റെ ചുമതല ഉള്ള വ്യക്തി പ്രൊഡ്യൂസ് ചെയ്യാൻ ലാബിളായിരിക്കും, അത് ഹാജരാക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരിക്കും. സച്ച് ഡോക്യുമെന്റ്സ് ആൻഡ് ഡിവൈസസ്, ഇത്തരം ഡോക്യുമെന്റ്സും ഡിവൈസസും എല്ലാം ഹാജരാക്കാൻ ബാധ്യസ്ഥരായിരിക്കും. അതോടൊപ്പം തന്നെ ഈ സാധനങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ബാധ്യതയും അദ്ദേഹത്തിന് ഉണ്ടാവും. അതാണ് ഓൾസോ അലോ ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സെക്ഷൻ 68. ഇതിനോടനുബന്ധമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇ വേ ബിൽ എന്നുള്ളത്. ചിലപ്പോൾ ചെറിയ മാർക്കിന് ഒരു മാർക്കിനൊക്കെ ചോദിച്ചേക്കാം, വാട്ട് ഈസ് ഇ വേ ബിൽ? ഇ വേ ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള ഒരു വ്യക്തി, അതായത് ട്രാൻസ്പോർട്ടർ ഇൻ ചാർജ് ഓഫ് എ കൺസൈൻമെന്റ്, സാധനങ്ങൾ കൊണ്ടുപോകില്ല പറയുന്നത്. അപ്പൊ അത് കൊണ്ടുപോകുന്ന ആ ഒരു ട്രാൻസ്പോർട്ടർ 50,000 രൂപയുടെ മുകളിൽ വരുന്ന സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അദ്ദേഹം കൈവശം വെക്കേണ്ടുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റിന് പറയുന്ന പേരാണ് ഇ വേ ബിൽ. അപ്പൊ ഇത് നിർബന്ധമായിട്ടും കയ്യിൽ വെക്കണം എന്ന് പറയുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 68 തൊട്ട് മേലെ നമ്മൾ പറഞ്ഞല്ലോ അത്. അതുപോലെ തന്നെ റൂൾ 138 പ്രകാരവും ഇതിങ്ങനെ വെക്കണം എന്നാണ് നിയമം. ഇനി ഇതെങ്ങനെ കിട്ടുന്നുള്ളതാണ്. അപ്ലോഡിങ് റിക്വയർഡ് ഇൻഫർമേഷൻ, ആവശ്യമുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ദ രജിസ്റ്റേർഡ് പേഴ്സൺസ് ഓർ ദ ട്രാൻസ്പോർട്ടേഴ്സ് ക്യാൻ ജനറേറ്റ് ഇറ്റ് ഫ്രം ദ GST കോമൺ പോർട്ടൽ. ഈ രജിസ്റ്റേർഡ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ കൺവെയൻസ് ക്യാരി ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഴ്സിനോ GST കോമൺ പോർട്ടലിൽ ആവശ്യമുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് ആ ഫോം ഈ ബില്ല് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ജനറേറ്റ് ചെയ്തവർക്ക് അത് പ്രിന്റ് ചെയ്ത് കയ്യിൽ വെക്കാം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടാണ് റൂൾ 138A, ഡോക്യുമെന്റ്സ് ആൻഡ് ഡിവൈസസ് ടു ബി ക്യാരിഡ്. അതായത് ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് എ കൺവെയൻസ് ഷാൾ ക്യാരി. ഒരു കൺവെയൻസിന്റെ ചാർജുള്ള ആ ഒരു വ്യക്തി അയാളുടെ കൂടെ കരുതണം, അല്ലെങ്കിൽ അയാൾ അത് ക്യാരി ചെയ്യണം, അത് വഹിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെ അയാളുടെ കയ്യിലുണ്ടാവണം? ഇൻവോയ്സ് ഉണ്ടാവണം, ഓക്കെ, ടാക്സ് ഇൻവോയ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ ബിൽ ഓഫ് സപ്ലൈ ഉണ്ടാവണം. അത് നമ്മൾ പറഞ്ഞാണ്, ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ. ടാക്സബിൾ ഗുഡ്സ് ആണെങ്കിൽ അത് പിന്നെ ഇൻവോയ്സ് വരും. ടാക്സബിൾ അല്ലാത്ത സാധനങ്ങളുടെ ബിൽ ഓഫ് സപ്ലൈ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഓർ ഡെലിവറി ചലാന് ആസ് ദ കേസ് മേ ബി, എന്താണെങ്കിലും അത്. അപ്പോൾ അത് കയ്യിൽ കരുതണം. അതോടൊപ്പം തന്നെ കോപ്പി ഓഫ് ദ ഇ വേ ബിൽ ഇൻ ഫിസിക്കൽ ഫോം. ഈ ഇ വേ ബില്ലിന്റെ ഒരു ഫിസിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ അത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കണം എന്നർത്ഥം. അത് കയ്യിൽ വെക്കണം. അല്ലെങ്കിൽ ഈ ഇ വേ ബില്ല് അതിന്റെ ഇ ഫോം ആയാലും മതി, ഇലക്ട്രോണിക് ഫോമിലുള്ള ഡിജിറ്റൽ ഫോമിലുള്ള അതിന്റെ ബിൽ നമ്പറൊക്കെ വെച്ചാലും മതി. ഓർ ഇൻ എനി അതർ മാനർ ആസ് നോട്ടിഫൈഡ്, അല്ലെങ്കിൽ വേറെ എങ്ങനെയാണോ പറയുന്നതെങ്കിൽ ആ രീതിയിൽ കൈവശം വെച്ചിരിക്കണം. അപ്പൊ ഇത് പറയുന്നതാണ് സെക്ഷൻ 138A. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ പവർ ടു അറസ്റ്റ് സെക്ഷൻ 69 പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊസീജിയർ ഓഫ് അറസ്റ്റ്. ഇതും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം, പ്രൊസീജിയർ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ, അതിന്റെ പ്രൊവിഷൻസ് എന്ത് എന്നുള്ള കാര്യം വന്നേക്കാം. അപ്പൊ ഇതിങ്ങനെ കുറേ ഉണ്ട് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ചെറിയ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. അതായത് ഇങ്ങനെ മനസ്സിലാക്കാം: where the commissioner has reason to believe that a person has committed any offense. ഇത്ര വരെ പഠിച്ചു വെക്കുക. ഒരു കമ്മീഷണർ മനസ്സിലാക്കുകയാണ് എന്ത്, ഒരു വ്യക്തി ചില കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് കുറ്റകൃത്യം ഒരാളെ കൊലപാതകം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ കേട്ടോ. ഇവിടെ ടാക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഒഫൻസസ് ഉണ്ട്. ഓക്കെ, അത് പറയുന്നത് സെക്ഷൻ 132 സെക്ഷൻ 132 ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഒഫൻസസ് ഉണ്ട്. ഈ 132 നമ്മൾ പഠിച്ചില്ല, ഇത് അടുത്ത ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പൊ ഈ 132 പ്രകാരം കുറെ സബ് സെക്ഷൻസ് വരുന്നുണ്ട്. ABCD അങ്ങനെ കുറെ എണ്ണം വരുന്നുണ്ട്. ഓക്കെ, ക്ലോസസ് വരുന്നുണ്ട്, അതിൽ സബ്സെക്ഷൻ വരുന്നുണ്ട്, സബ്സെക്ഷൻ അകത്ത് വരുന്നതാണ് ഈ ക്ലോസസ് ഒക്കെ വരുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 132 പറഞ്ഞിട്ടുള്ള ഓഫൻസസ് ഒരു വ്യക്തി കമ്മിറ്റ് ചെയ്തു എന്ന് കമ്മീഷണർ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഹി മേ ബൈ ഓർഡർ ഓതറൈസ് എനി ഓഫീസർ ഓഫ് ദ സെൻട്രൽ ടാക്സ് ടു അറസ്റ്റ് സച്ച് പേഴ്സൺ. അപ്പൊ ഈ സെൻട്രൽ ടാക്സിലുള്ള വ്യക്തിയെ ഒരു ഓർഡർ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ അധികാരപ്പെടുത്തി ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. അപ്പൊ ചുരുക്കത്തിൽ ഇതാണ്, ഒരു ഒഫൻസ് ചെയ്തു എന്ന് കമ്മീഷണർക്ക് മനസ്സിലായാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കമ്മീഷണർക്ക് സ്വീകരിക്കാം. ഇവിടെ ഒഫൻസ് ഏത് പ്രകാരമുള്ളതാണ്? 132 പ്രകാരമുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം 132 എന്താന്നുള്ളത്.
അതായത് ഇംപ്രിസൺമെന്റ്, തടവ് ശിക്ഷ ലഭിക്കാൻ കാരണമായേക്കാവുന്ന ഒഫൻസസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സെക്ഷനാണ് 132. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൽ എ പറഞ്ഞല്ലോ, ക്ലോസ് എ. ഈ ക്ലോസ് എ പറയുന്നത് ഇതാണ്, യഥാർത്ഥത്തിലുള്ള ഇതാണ്, സപ്ലൈ എനി ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വിത്തൗട്ട് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണ്. ഇൻവോയ്സ് ഇല്ലാത്ത സാധനങ്ങൾ സപ്ലൈ ചെയ്യുക, അതൊരു ഒഫൻസ് ആണ്. ഓക്കെ, ഇനി അതിൽ ബി വരുന്നുണ്ട്. ബി പറയുന്നതിന്റെ ഓപ്പോസിറ്റ് കേസാണ്. അതായത് സാധനങ്ങളൊന്നും സപ്ലൈ ചെയ്യാതെ ബില്ല് കൊടുക്കുക കള്ളത്തരത്തിൽ. മനസ്സിലായില്ല? അപ്പൊ ഇൻപുട്ട് ടാക്സുകൾക്ക് ക്രെഡിറ്റ് ഒക്കെ അവൈൽ ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പോൾ അത് രണ്ടും ഒരു ഒഫൻസ് ആണ്, രണ്ടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ചുരുക്കത്തിൽ. ഇനി രണ്ടാമത്തെ കേസിൽ വേറെ പേഴ്സൺ ഈസ് അറസ്റ്റഡ്. ഇനി ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്നത്, അത് വീണ്ടും ഇതിന്റെ വേറെ സെക്ഷൻ വെച്ചിട്ട് പറയാണ്, അതിലേക്ക് ഇനി പോകുന്നില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്താൽ ആ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ, ഈ അറസ്റ്റ് ചെയ്യാൻ അധികാരപ്പെട്ട ഓതറൈസ്ഡ് വ്യക്തി ഉണ്ടാവുമല്ലോ, അദ്ദേഹം എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാരണമൊക്കെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ 24 മണിക്കൂറിനകത്ത് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുകയും വേണം. ഇതാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സെക്ഷൻ പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, സബ്സെക്ഷൻ ആണ് കേട്ടോ, 69ന്റെ സബ്സെക്ഷൻസ് ആണ്. ഈ 1, 2, 3 എന്നൊക്കെ പറയുന്നതാണ് സബ്സെക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്? CPCയുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ പ്രൊവിഷൻസിന് വിധേയമായിക്കൊണ്ട്. ഇനി ഇത് ABC അതിന്റെ ഈ സബ്സെക്ഷനകത്തുള്ള ക്ലോസസ് ആണ്. അതിൽ ഒന്നാമത് പറയുന്ന കാര്യം എന്താണ്? വേറെ പേഴ്സൺ ഈസ് അറസ്റ്റഡ്. ഒരു വ്യക്തിയെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 132 സെക്ഷൻ പ്രകാരമുള്ള ഒരു ഒഫൻസ് ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഹി ഷാൾ ബി അഡ്മിറ്റഡ് ടു ബെയിൽ ഓർ ഇൻ ഡിഫാൾട്ട് ഓഫ് ബെയിൽ. അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാന്നുള്ളതാണ് ആ കേസിൽ. ഇനി അത് അനുവദിക്കാത്ത പക്ഷം, അതിൽ ഫെയിലായി കഴിഞ്ഞാൽ ഫോർവേഡ് ടു ദ കസ്റ്റഡി ഓഫ് ദ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിൽ അദ്ദേഹത്തെ വിടാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ജാമ്യം അനുവദിക്കാം. ഇനി ഇൻ കേസ് ഇല്ല എങ്കിൽ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിൽ വിടാം. ഇനി അതിൽ രണ്ടാമത് പറയുന്ന ഒരു കേസ് ഇതാണ്, ഇൻ ദ കേസ് ഓഫ് എ നോൺ കോഗ്നൈസബിൾ ആൻഡ് ബെയിലബിൾ ഒഫൻസ്. ബെയിലബിൾ ഒഫൻസിന്റെയും നോൺ കോഗ്നൈസബിൾ ഒഫൻസിന്റെയും കേസിൽ എന്നാണ് ഇവിടെ മനസ്സിലായുള്ള കാര്യം. ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാമ്യം കിട്ടുന്ന കുറ്റകൃത്യങ്ങളാണ്. ഓക്കെ, ഇനി ഇവിടെ കോഗ്നൈസബിൾ ആൻഡ് നോൺ കോഗ്നൈസബിൾ എന്നുള്ള ഒരു സാധനം വരുന്നുണ്ട്. കോഗ്നൈസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയും. അതായത് മുൻകൂട്ടി വാറന്റ് ഒന്നും ആവശ്യമില്ല. അപ്പൊ പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറന്റ് ആവശ്യമില്ലാത്ത കേസുകളാണ് ഈ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോൺ കോഗ്നൈസബിൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണം? വാറന്റ് ഒക്കെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വാറന്റ് ആവശ്യമുള്ള കേസിൽ, അതുപോലെ തന്നെ ജാമ്യം കിട്ടുന്ന കേസുകളിലും ഈ ഡെപ്യൂട്ടി കമ്മീഷണർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് എന്തിനുള്ള പവർ ഉണ്ടാവും? ഒരു പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ഇൻചാർജ് ആരാണോ അദ്ദേഹത്തിന് ഉള്ള പവർ, അതായത് ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ റിലീസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നതിൽ അല്ലെങ്കിൽ മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കുണ്ടാവും? ഈ ഡെപ്യൂട്ടി കമ്മീഷണർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്കോ ഒക്കെ ഉണ്ടായിരിക്കും. ആർക്കുള്ളതുപോലെ? ഒരു പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ഇൻചാർജിന് ഉള്ളതുപോലെയുള്ള പവേഴ്സ്, സെയിം പവേഴ്സ് ഇവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, അറസ്റ്റുമായി ബന്ധപ്പെട്ടത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടെ ഉള്ളൂ, സമ്മൺസ് പറ്റി പറയുന്നത്. സെക്ഷൻ 70, പവർ ടു സമ്മൺ ചെയ്യാനുള്ള പവർ. സമ്മൺ ചെയ്യാൻ എന്താണ്? ഒരാളെ വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയില്ലേ? ഇപ്പൊ സമൻസ് അയക്കുക എന്ന് കേട്ടിട്ടില്ലേ? സമൻസ് അയക്കുക എന്നുള്ളതാണ്, ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടാണ് സമൻസ് അയക്കുന്നതിലൂടെ ചെയ്യുന്നത്. സമ്മൺ എന്നുള്ള പറഞ്ഞതിന്റെ അർത്ഥം അതാണ്, ഒരാളെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, വെൻ ക്യാൻ ദ പ്രോപ്പർ ഓഫീസർ ഇഷ്യൂ സമ്മൺസ് ടു കോൾ അപ്പോൺ എ പേഴ്സൺ. ഒരു വ്യക്തിയെ നമ്മൾ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ഏത് സമയത്താണ് ഒരു പ്രോപ്പർ ഓഫീസർക്ക് സമ്മൺസ് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴാണ് ഒരു പ്രോപ്പർ ഓഫീസർ സമ്മൺസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സെക്ഷൻ 70 ആണ് അത് ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ ഇങ്ങനെയാണ്, പവർ ടു സമ്മൺ. അപ്പൊ ഇവിടെ ഒരു പ്രോപ്പർ ഓഫീസർക്ക് സമ്മൺ ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നാണ് പറയേണ്ടത്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അത് അതിൽ അണ്ടർസ്റ്റുഡ് ആണ്. ഇനി ആ സാഹചര്യം മാത്രം ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. ഒന്ന് എന്തിനാണ്? ടു ഗിവ് എവിഡൻസ്. അത് ഒരു വ്യക്തിക്ക് ഒരു എവിഡൻസ് തരാൻ കഴിയും എന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയാൽ ആ വ്യക്തിയെ സമൻസ് അയച്ചു വരുത്താം. അതാണ് ടു ഗിവ് എവിഡൻസ്. അങ്ങനെയാണ് എല്ലാ പോയിന്റ്സും. അതുപോലെ ടു പ്രൊഡ്യൂസ് എ ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സമൺ ചെയ്യാൻ പറ്റും.
ആൻഡ് ടു പ്രൊഡ്യൂസ് എനി അതർ തിങ് ഇൻ ആൻ എൻക്വയറി. ഒരു അന്വേഷിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റേ ആളെ കൊണ്ട് പറ്റുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെയൊക്കെ അതിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്താനുള്ള പവർ ഉണ്ടായിരിക്കും. ഇതാണ് പവർ ടു സമൺ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ഉള്ളത് ഇതിൽ 5ാമത്തെ യൂണിറ്റിലേക്കാണ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാനുള്ളത്, ഓഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ അടുത്ത ഭാഗമാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണത്, ഓഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.